ഇനി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാരറ്റ് ബീൻസിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ. ഭയങ്കര എളുപ്പമാണ്, പക്ഷേ ഇത് അരിഞ്ഞുണ്ടാക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നേ. അതിനായിട്ട് ആദ്യം പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കരിവേപ്പിലയും ഉണക്കമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. കടുകൊന്ന് പൊട്ടി തെറിച്ചതിന് ശേഷം നേരെ തന്നെ ക്യാരറ്റും ബീൻസും ഇട്ടിട്ട് അതൊന്ന് വാട്ടിയെടുക്കുക. എനിക്കിങ്ങനെ ഈ ബീട്രൂട്ട് ക്യാരറ്റ് ഇതൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ ഇതിലിങ്ങനെ നമ്മൾ പച്ച കഴിക്കുന്ന പോലെ എനിക്ക് ഫീൽ ആവാറ്, അതുകൊണ്ട് വലിയ ഇഷ്ടമല്ല. പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ വെജിറ്റബിൾസൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് നല്ല രീതിക്ക് ഇത് ഇട്ടതിന് ശേഷം ഒന്ന് വാട്ടി കൊടുക്കുക. ഒരു 3 സെക്കൻഡ്സ് ഒന്ന് നല്ലോണം വാട്ടിയതിന് ശേഷം നമുക്കിതിന് ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് വഴണ്ടി വരണേ. പിന്നെ വെച്ചാൽ നമ്മൾ റൈസ് കുറവായിട്ടും പച്ചക്കറികൾ അധികമായിട്ടും എടുക്കുമ്പോൾ കുറേ നേരത്തിന് വിശക്കുന്നൊന്നുമില്ലേ. ഞാനിപ്പോൾ ഇത് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് പൊടിയിലോട്ടൊക്കെ കിടക്കാം. ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി. ഇതിനുണ്ടല്ലോ, ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്, നമ്മൾ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണതിന്. നമ്മൾ കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ട് ഈ ഉപ്പേരി ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ കുറച്ച് കായം പൊടിയും കൂടെ ഇടുന്നുണ്ട്, എനിക്ക് കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടം. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കായം പൊടിയും കൂടെ ഇട്ടു. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അടുപ്പ് കുറച്ച് കുറവായിട്ട് വേണം കേട്ടോ വയ്ക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കും. ഞാനും ഇതിൽ ലാസ്റ്റ് വെള്ളം ഒഴിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്തൊരു സാധനം ഉണ്ടല്ലോ വെള്ളം ഒഴിക്കാതെ, എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാണ് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് ഈ ഉപ്പേരി. പക്ഷേ വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കുന്നതാണ് എനിക്ക് താല്പര്യം. വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലിങ്ങനെ കിടന്ന് കഴിഞ്ഞിട്ട് ആ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റാണ്. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട്, അല്ലെങ്കിൽ കുറേ നേരം എടുക്കുമല്ലോ, അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അടച്ച് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ സിമ്മിൽ വെക്കണേ. എന്നിട്ട് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുക. പിന്നെ നമ്മൾ അടി പിടിക്കാതിരിക്കാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒന്നും കൂടെ അടച്ച് വെക്കുക, പിന്നെ ഇങ്ങനെ വാട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലതില്ലേ, കുറഞ്ഞ റൈസും കുറേ വെജിറ്റബിൾസും എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാട്ടോ, നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഇപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. അത് വേവാനുള്ള ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതിയേ, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. വെള്ളം ആഡ് ചെയ്ത് പിന്നെ നമ്മളൊന്നും കൂടെ അടച്ച് വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണേ. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നിങ്ങളെ വേവിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. എനിക്ക് നല്ലോണം വെന്തുടഞ്ഞ് വരുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് കഴിച്ചാലോ. ഇതാട്ടോ പരിപ്പ് കറി ഇതൊക്കെയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.